അപ്പോൾ നിങ്ങളിത് ബേക്കൽ ഫോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കാസർഗോഡുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ കാസർഗോഡ് ജില്ലയിലുള്ളൂ. ഒന്നാണ് ബേക്കൽ ഫോർട്ട്, രണ്ട് നമ്മുടെ സ്വന്തം റാണിപുരം. ആ കാണുന്ന കേട്ടോ ബീച്ച്, ആ ബീച്ച് പോകുന്നില്ല നമ്മൾ. കോട്ടയുടെ ഒത്തു നടക്കുമ്പോൾ മൊത്തം കാടാണ് കേട്ടോ, അത് കണ്ടില്ലേ, ഒന്നും വെട്ടി വൃത്തിയാക്കിയിട്ടില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് വേസ്റ്റ് ബിൻ അവിടെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. മൊത്തം കാടാണ് കേട്ടോ, കണ്ടില്ലേ. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പുറത്ത് കണ്ടേ ബേക്കൽ ബീച്ച് കാണുന്നുണ്ട, അവിടെയാണ് നമ്മുടെ ബേക്കൽ ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ. നമ്മളങ്ങോട്ട് പോകുന്നില്ല ഇന്ന്, പക്ഷെ കടൽ കാണും. നമ്മൾ കോട്ടയുടെ ഏറ്റവും പക്കത്തേക്ക് പോകും കേട്ടോ. താഴോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അങ്ങോട്ട് പ്രത്യേകിച്ച് കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പോയേക്കാം നമുക്ക്. അല്ലേ കോട്ടയുടെ ഒത്തു നടക്കാം. എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് കാഴ്ചകൾ അങ്ങോട്ട് ഉണ്ടല്ലോ. ഇല്ല, ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല കേട്ടോ. കടൽ കാണാം, തോണിയും ഒക്കെ ആയിട്ട്. കോട്ടയുടെ എല്ലാ ഭാഗത്തും ഫോട്ടോ സെഷനാണ് കേട്ടോ. ഫാമിലി ആയാലും കപ്പിൾസ് ആണെങ്കിലും നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. ആൾക്കാർ കണ്ടില്ലേ, മുങ്ങിത്തപ്പി കക്കയാണെന്ന് തോന്നുന്നു, മുങ്ങിത്തപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. വല ഇട്ടതോ കക്കയോ അങ്ങനെ എന്തോ എടുക്കുന്നുണ്ട് അവിടെ. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നോക്കാം. 3 ബോട്ടുകൾ നിൽക്കുന്നു, മത്സ്യബോട്ടുകൾ കേട്ടോ. അവിടെ ഈ ഭാഗത്ത് മൊത്തം കാട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് തണൽ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് വരരുത് കേട്ടോ നിങ്ങൾ, ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് വരാം. നല്ല വെയിലാണ് കേട്ടോ ഭാഗത്തേക്കെല്ലാം. എന്ത് ചെയ്യും, വന്നു പോയി. ഇവിടെ എന്താണ് സംഭവം, ഏതാണ്ടൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന് അറിയട്ടെ. ഒരു കുറേ സമയമുള്ളൂ നമ്മളിപ്പോൾ. അയ്യോ, എല്ലായിടത്തും ആളുകളാണ് കേട്ടോ, എന്തോ ആരാധന കേന്ദ്രമാണെന്ന് തോന്നുന്നു. അല്ല, മൊത്തം കാടാണ് കേട്ടോ. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ അവിടെ ഒന്നുമില്ല കാണാൻ. അത് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ, മൊത്തം കാട് മൂടിയിരിക്കുന്നു. പോകുന്നുണ്ട്. കോട്ടയുടെ ഒരു അവസ്ഥ നോക്കി ഞങ്ങൾ ഒക്കെ. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി തണല് കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായാലും നമുക്ക് പൊരിഞ്ഞ വെയിലാണ്.
നേരത്തെ ഇതുപോലെ കൊണ്ട് ബീച്ചിലേക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പോകാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാ. നമുക്ക് ശ്രമിക്കാം. അതാണ് ആ കാണുന്നതാണ് ബീച്ച്. മൊത്തം വേസ്റ്റാണ്. കാടെല്ലാം വൃത്തിയാക്കി തന്നെ ആൾക്കാർ വരും കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട് ബേക്കപ്പ് ഫോർട്ടിലേക്ക്. എന്നാലും കുറച്ചും കൂടി വൃത്തിയും വിനയും ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട്. താഴോട്ട് കുഴിയാണ്. ഓ, കണ്ടില്ലേ ബീച്ച്. ആൾക്കാരില്ലായിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആൾക്കാരുടെ മുമ്പൊന്നും സംസാരിക്കാൻ ഒരു സഭാകമ്പം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രശ്നമാണ്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുറവും കൂടിയുണ്ട് എന്ന് കരുതിക്കോളൂ. നേരാക്കിയെടുക്കാം നമുക്ക്, ഒന്നും കുഴപ്പമില്ല. ഈ വഴി പോവാം കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇറങ്ങി പോവാം. കക്ക വരെയാണെന്ന് തോന്നുന്നു കേട്ടോ ആ ചേട്ടൻ. നമുക്ക് പിന്നെ നീന്താൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കടലിൽ ഇറങ്ങുന്നില്ല. നമ്മളെ ജീവൻ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് നീന്താൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് കടലിലേക്കും പോകുന്നില്ല. പക്ഷേ കടലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ പകർത്താം, കാണാം, ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ. കടലിലേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് കാഴ്ച വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് പോകുന്നില്ല. നീന്താൻ അറിയാത്തതുകൊണ്ട് നല്ല പ്രശ്നമാണ്. ഇതൊക്കെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ. മഴക്കാലത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവുമെന്നുള്ള പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ആണ് കണ്ടില്ലേ അതൊക്കെ അറബിക്കടലിൽ ഒരാൾ മുങ്ങി തപ്പി എടുക്കുന്നത് കണ്ട. ഞാൻ കാണിച്ചിട്ട് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ അറിയില്ല. കക്ക വരെയാണെന്ന് തോന്നുന്നു കേട്ടോ ആ ചേട്ടൻ. നമുക്ക് പിന്നെ നീന്താൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കടലിൽ ഇറങ്ങുന്നില്ല. നമ്മളെ ജീവൻ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് നീന്താൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് കടലിലേക്കും പോകുന്നില്ല. പക്ഷേ കടലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ പകർത്താം, കാണാം, ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ. കടലിലേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് കാഴ്ച വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് പോകുന്നില്ല. നീന്താൻ അറിയാത്തതുകൊണ്ട് നല്ല പ്രശ്നമാണ്. ഇതൊക്കെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ. മഴക്കാലത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവുമെന്നുള്ള പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ആണ് കണ്ടില്ലേ അതൊക്കെ അറബിക്കടലിൻ്റെ സൗന്ദര്യം അല്ലേ. അറബിക്കടൽ കോട്ട, കോട്ട. തിരിച്ചു പോവാം. ഇനി ആ ഫ്രണ്ടിലെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം അവിടെ ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് മാത്രം പറ്റാവുന്ന അത്രയും എടുത്ത് ചെയ്യാം കേട്ടോ. ഇത് കയറണമല്ലോ, കയറാം. ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേരട്ടാ. അറിയാവുന്നവർ ഓർത്തെടുത്ത് പറയാ. മറന്നുപോയി. കക്കയാണ് തോന്നട്ടാ, കക്ക. ചോദിക്കാനും വിട്ടുപോയി. സാറാ പോട്ടെ. അല്ല, അവിടെ ഒന്നും കൂടി പോകണം കേട്ടോ. ഞാൻ അവിടെ നേരത്തെ പോയില്ല. അവിടെ മൊത്തം ഫാമിലീസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പോകായിരുന്നു. അവിടെ ഒന്നും കൂടി പോകണം. പക്ഷെ
വൈകുന്നേരമാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് കേട്ടോ കോട്ട കാണാനുള്ള. ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയുടെ അകത്തൊരു അമ്പലം കൂടിയുണ്ട് കേട്ടോ, ക്ഷേത്രം കൂടിയുണ്ട്. ഒരു ഹനുമാൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ചിലപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അല്ലെങ്കിൽ ഒന്നുകൂടി പോകുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്ത് കാണിച്ചു തരാം പറ്റുമെങ്കിൽ. മതി വാങ്ങും. ഈ ഭാഗത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ വെച്ചിട്ട്, ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് മാത്രം. ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം. പിള്ളേരെ വിചാരിക്കും ഞാൻ പിള്ളേരെ ഫോളോ ചെയ്യുകയെന്ന്. ശരിയല്ല, ഇച്ചിരി വൈകിട്ട്. ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി ഇവിടെ നിൽക്കുക ശരിയല്ല. ഇവിടെ പോകാൻ പറ്റുമോയെന്ന് അറിയുന്നതാ, നമുക്ക് പോയി നോക്കാം. ചെറിയ സ്ഥലം കാണുന്നുണ്ട്, എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇല്ല കുഴിയാൻ പറ്റാൻ തോന്നുന്നു. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും. ഒരു ഫ്ലാഗ് ഉണ്ട്, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ട്. അതിൻ്റെ കുട്ടി പോവോ, പ്രാവ് പോവും പേടിയില്ല. ഞാൻ നിന്നൊന്നും ചെയ്യില്ല കുട്ടി കേട്ടോ. ഇല്ല അതിന് പ്രശ്നമില്ല ചേട്ടാ, അതിന് കുഴപ്പമില്ല, അതിന് ശല്യം ചെയ്യണ്ട. ഫ്ലാഗ് കാണാൻ വേണ്ടിട്ട് വന്നു കേട്ടോ. ഇതാണ് കോട്ടയുടെ ഫ്രണ്ട് വശം. ഇവിടെ